കാറിൽ നിന്ന് ഇറങ്ങിയ എഡി ആദ്യം കണ്ടത് അലോഷിയുമൊത്ത് നിൽക്കുന്ന ഹിമയെയാണ്. അവന്റെ ഭാവം പെട്ടെന്ന് മാറി. അത് മനസ്സിലാക്കിയെന്ന പോലെ ഹിമ പെട്ടെന്ന് താഴെ കൂടി. ഇതെല്ലാം കണ്ട് കലിതുള്ളി എഡിയെ തന്നെ തറപ്പിച്ചു നോക്കി നിൽക്കുകയാണ് അലോഷി. അപ്പോഴേക്കും ഹിമ ഓടി എഡിക്ക് അരികിൽ എത്തിയിരുന്നു. ഹിമയെ കണ്ടപാടെ എഡി അവളെ കെട്ടിപ്പിടിച്ചു. ഹിമയ്ക്ക് എന്തോ വല്ലായ്മ തോന്നി. അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു മാറി. നീ എന്താ ഇവിടെ? ഞാൻ നിന്നെ മേലേടത്തല്ലേ നിർത്തിയിട്ട് പോയത്? എഡി നല്ല ദേഷ്യത്തിലാണ്. അത് എഡി, എൻ്റെ കല്യാണം പറഞ്ഞു തീരും മുന്നേ എഡി ഹിമയുടെ ഷോൾഡറിൽ മുറുക്കി പിടിച്ച് തന്നോടടുപ്പിച്ചു. അവൻ്റെ കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അവ കൂടുതൽ മുറുകുകയാണ് ചെയ്തത്. ഇതെല്ലാം ബാൽക്കണിയിൽ നിന്ന് ആലോചിച്ച് കാണുന്നുണ്ടായിരുന്നു. തൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് മറ്റൊരുത്തൻ്റെ കൈ വീണതും അതുവരെ അടക്കി വെച്ചിരുന്ന ദേഷ്യം മുഴുവൻ പുറത്തേക്ക് വന്നിരുന്നു. അവൻ വേഗം പുറത്തേക്ക് നടന്നു. ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ എഡി ആരാണെന്ന് ഇവിടെ എല്ലാവരും അറിയും. പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് ചമഞ്ഞ് നടക്കുന്ന അവന് എന്ത് യോഗ്യതയടിയുള്ളത്? അല്ല, നിനക്ക് അവനെ കിട്ടിയുള്ളൂ. കഥകളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങണം. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എഡി പറയുന്നത് കേട്ട് ഹിമയ്ക്ക് എന്തോ വല്ലായ്മ തോന്നി. എഡി, നീ ഒന്ന് പതുക്കെ പറ, അച്ചച്ചൻ കേൾക്കും. ഹിമ ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഇപ്പോൾ ഒന്ന് പോ, നമുക്ക് സമാധാനത്തിൽ പിന്നീട് സംസാരിക്കാം. ഹിമ പറയുന്നത് കേട്ടതും എഡിയുടെ ശബ്ദം ആകെ മാറി. എന്നു മുതലാ അവൻ നിനക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത്? ഞാനപ്പോൾ നിനക്ക് ആരുമല്ലേ? പഴയതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നോ ഹിമ? എഡി ചോദിച്ചു. പണ്ടും നമ്മൾ നല്ല ഫ്രണ്ട്സ് മാത്രമല്ലായിരുന്നോ? ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം നീ എൻ്റെ സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്ക്, ഹിമ എഡിയോട് പറഞ്ഞു. പക്ഷേ അവനൊന്നും കേൾക്കുന്ന മട്ടില്ല. ഇനി ഇവിടെ നിൽക്കണ്ട, നീ ഒന്ന് വാ ഹിമ. എഡി അവളെ ബലമായി പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റാനൊരുങ്ങി. ഹിമ ബാൽക്കണിയിലേക്ക് നോക്കി. പക്ഷെ അലൂഷിയെ അവിടെയെങ്ങും കണ്ടില്ല. അവൾ ദയനീയമായി ചുറ്റും നോക്കി. അപ്പോഴാണ് എല്ലാം കണ്ട് മിഴിച്ച് ഒരോരത്ത് നിൽക്കുന്ന ലിൻഡയെ കാണുന്നത്. അവൾ വേഗം ലിൻഡയുടെ അടുത്തേക്ക് ചെന്നു. ലിൻഡ, ഞാൻ എഡിയോടൊപ്പം ഒന്ന് പോയിട്ട് വരാം. നീ അച്ചാച്ചനോടൊന്ന് പറഞ്ഞേക്ക്. ഇനിയും ഇവിടെ നിന്നാൽ എഡി സമനില തെറ്റി അലോഷി എന്തെങ്കിലും പറയുമെന്ന് ഹിമയ്ക്ക് മനസ്സിലായിരുന്നു. ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് കരുതി അവൾ വേഗം കാറിലേക്ക് കയറി. ഡോർ അടഞ്ഞ പാടെ എഡി കാറും എടുത്ത് പുറത്തേക്ക് വാങ്ങി. അലോഷി താഴേക്ക് എത്തിയപ്പോഴേക്കും ഹിമയുമായി എഡി പോയിരുന്നു. ഇച്ചായ, ഹിമ ഇപ്പോൾ പുറത്തേക്ക് പോയി. ഇച്ചായനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതാരാ ഇച്ചായ? ലിൻഡ ചോദിച്ചു. അതിന് മറുപടി എന്നോണം അലോഷി ലിൻഡയെ തറപ്പിച്ചൊന്ന് നോക്കി. ആ നോട്ടത്തിൽ ലിൻഡ ആകെ ദഹിച്ചുപോയി. പിന്നെ അവൾ ഒന്നും പറയാൻ പോയില്ല. അലോഷി നേരെ റൂമിലേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചു. ലിൻഡ അകത്തേക്കോടി അന്നമ്മശിയും സൂസമ്മയോടും കാര്യം പറഞ്ഞു. എഡി, നീ ഇതെങ്ങോട്ടാ? ഒന്ന് കാറ് നിർത്തിക്കേ. ഹിമയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. എഡി ആളൊഴിഞ്ഞ സ്ഥലത്ത് കാറ് നിർത്തി. ഹിമ വേഗം പുറത്തേക്ക്. കൂടെ എഡിയും. എടാ, നിനക്കെന്താ ഭ്രാന്തായോ? ഹിമ ചോദിച്ചു. അതേടി, എനിക്ക് ഭ്രാന്ത് തന്നെയാണ്. എന്നെ ഭ്രാന്തനാക്കിയത് നീയല്ലേ? ആര് പറഞ്ഞിട്ടാ ഹിമ നീ ഇങ്ങനെ ഒരു പൊട്ടത്തരം കാണിച്ചത്? ഇങ്ങനെ ചെയ്യുമ്പോൾ നീ അങ്കിളിനെയും ആന്റിയെയും കുറിച്ചെങ്കിലും ഒന്ന് ഓർത്തോ? എന്ത് കണ്ടിട്ടാ അയാളെപ്പോലെ ഒരുത്തനെ നീ? ഛേ, ഓർത്തിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ. ദാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പോ ഈ നിമിഷം നീ എന്നോടൊപ്പം ബാംഗ്ലൂർക്ക് വരുന്നു. എഡി പറഞ്ഞ് ഹിമയെ നോക്കി. എഡിയെ തന്നെ ഹിമ ചിമ്മാതെ നോക്കി നിൽക്കുകയാണ് ഹിമ. മുഖത്ത് പ്രത്യേകിച്ചൊരു വികാരം ഉണ്ടായിരുന്നില്ല എന്നത് എഡിയെ വീണ്ടും ചൊടിപ്പിച്ചു. നീ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? എഡി ചോദിച്ചു. പറയാനൊക്കെയുണ്ട്. നിന്റെ പ്രസവം കഴിഞ്ഞ് മതിയെന്ന് ഓർത്തിട്ടാ മിണ്ടാതെ നിന്നത്. ഇനിയിപ്പോ എന്തായാലും നീ നിർത്തിയ സ്ഥിതിക്ക് ഞാൻ പറയാം. നിന്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ളത് ഞാൻ പറയാം. ഞാൻ നിന്റെ ഡാഡിക്കും മമ്മിക്കും വേണ്ടി തന്നെയാണ് ഈ മെന്നുകെട്ടിന് സമ്മതിച്ചത്. അത് പക്ഷെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിയാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല. എൻ്റെ നിവർത്തികേട് കൊണ്ട് ചെയ്തു പോയതാണ്. പിന്നെ ഞാൻ നിന്നോട് ആവുന്നെന്നും പറഞ്ഞതല്ലേ എന്നെ കൂടി കൊണ്ടുപോകാൻ. എന്നിട്ട് നീ കേട്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട. ഈ ബന്ധത്തിനെ കുറിച്ച് ഡാഡിയും മമ്മിയും അറിഞ്ഞാൽ എന്താവും എന്നതാണ് നിന്റെ ആദ്യമെങ്കിൽ നീ അത് വിട്ടേര്. എനിക്കറിയാം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്നെ ആരെക്കാളും അവർക്ക് മനസ്സിലാവും, ഹിമ പറഞ്ഞു നിർത്തി. അവളുടെ സംസാരം കേട്ട് എഡ്ഡി ഒന്ന് അടങ്ങി. എന്നാലും ഹിമ, നിനക്ക് ഒട്ടും ചേരാത്ത ഒരുത്തനാ ആ ആലോഷി. പോരാത്തതിന് രണ്ടാം കെട്ടും. നിനക്ക് അവൻ ചേരില്ല. നമുക്ക് ഈ ബന്ധം വേണ്ട ഹിമ, എഡ്ഡി പറഞ്ഞു. എഡ്ഡി, നീ ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. ഇനി ഞാൻ കേൾക്കെ അച്ഛനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. ശരിയാണ്, നിന്റെ കണ്ണിൽ ആ മനുഷ്യന് ഒരുപാട് കുറ്റവും കുറവും ഒക്കെ കാണും. പക്ഷെ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എന്താണെന്നറിയോ? ഇന്ന് അയാൾ എൻ്റെ ജീവനാ.
എൻ്റെ കണ്ണും നിറഞ്ഞ ആ ഹൃദയത്തിൽ നിന്ന് ചോര പൊടിയും. ഡാഡിക്ക് ശേഷം എന്നെ ഇത്രയും മനസ്സിലാക്കിയ ഒരാൾ വേറെ ഇല്ല. പിന്നെ നിന്റെ ഡയലോഗും കൊണ്ട് അങ്ങേരുടെ അടുത്തോട്ട് ചെല്ലണ്ട. കാരണം അതിൻ്റെ കൈയൊന്ന് വീണാലേ പിന്നെ നീ ഇല്ല ഏട്ടി. ഇപ്പോൾ എൻ്റെ കുഞ്ഞൊരു കാര്യം ചെയ്യും, വേഗം എന്നെ എടുത്തടുത്ത് തിരിച്ചു കൊണ്ടുവച്ചോ. അതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഹിമ അതും പറഞ്ഞ് കാറിലേക്ക് കയറി. എഡി വേറെ വഴിയില്ലാതെ കാറ് പാലക്കിലേക്ക് എടുത്തു. വീടിന് മുന്നിൽ ഹിമയെ ഇറക്കി. എഡി പോകാനൊരുങ്ങി. എടാ, നീ കയറുന്നില്ലേ? എൻ്റെ വീട്ടുകാരെ പരിചയപ്പെട്ട് പോവാം, ഇങ്ങോട്ട് വാ ചക്ക. ഹിമ വിളിച്ചെങ്കിലും എഡി കാറും എടുത്തു പോയി. ആ വേണ്ടേ പൊക്കോ, അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. തിരിഞ്ഞു നടന്നു. കിറുക്കനെ ഒരുവിധം സമാധാനിപ്പിച്ചു. ഇനി ആ വെട്ടുപോത്തിനോട് ഞാൻ എന്ത് പറയും ഈശോയെ, കൂടെ നിന്നേക്കണേ, ഹിമ മനസ്സിൽ പറഞ്ഞ് അകത്തേക്ക് കയറി. വലിയ ഒച്ചപ്പാടൊന്നുമില്ല. ഹിമ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു മുഖത്താകെ ശോകവും പിറ്റിയതിരിക്കുന്ന ലിൻഡയെയും അന്നമ്മച്ചിയെയും. എന്താ, എന്തു പറ്റി? ഹിമ പതിയെ ചോദിച്ചു. എൻ്റെ മോളെ, വലിയ ഒച്ചപ്പാടൊക്കെ കേട്ടു, ഇപ്പോഴാ ഒന്ന് അടങ്ങിയത്. അന്നമ്മച്ചിയാണ് പറഞ്ഞത്. ഇപ്പൊ എവിടാ, ഇവിടെ ഉണ്ടോ? ഹിമ ചോദിച്ചു. റൂമിലുണ്ട്, ലിൻഡ പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഹിമ സ്റ്റെയർ കയറാൻ തുടങ്ങി. അവന് സാത്താൻ കയറി നിൽക്കുക, ഈ നേരത്ത് അങ്ങോട്ട് പോണോ കൊച്ചേ? അന്നമ്മ ചോദിച്ചു. ഹിമ അതിനുത്തരമായി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഹിമ റൂമിലേക്ക് നടന്നു. അടഞ്ഞു കിടന്ന വാതിൽ പതിയെ തുറന്ന് അവൾ തല അകത്തേക്കിട്ട് നോക്കി. ചെയറിലിരിക്കുകയാണ്. അവൾ വന്നതറിഞ്ഞെങ്കിലും ആളൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവൾ നടന്നു ചെന്ന് അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്താ അച്ചച്ച, പിണക്കാണോ? കാതോരം അത്രയും ചോദിച്ചത് മാത്രമേ ഹിമയ്ക്ക് ഓർമ്മയുള്ളൂ. ഏതവനാടി പുല്ലേ അത്? ആലോചിച്ച് ചാടി എഴുന്നേറ്റ് ഹിമയുടെ ഒരു കൈയിൽ ശക്തിയിൽ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തുകൊണ്ട് ചോദിച്ചു. ആ അച്ചച്ച, വീട്, എനിക്ക് വേദനിക്കുന്നു, പ്ലീസ് അച്ചച്ച. പാവം ഹിമ അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. ഞാൻ ചോദിച്ചതിന് മറുപടി പറയടി, ആരാ അവനെന്ന്? ആലോചിച്ച് നിന്ന് വിറച്ചു. അതാരാന്ന് അച്ചച്ചൻ അറിയില്ലേ? ഇനി ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ? ഹിമ ചോദിച്ചു. നിന്റെ മറ്റവന്മാരുടെ കണക്കെടുക്കലല്ല എൻ്റെ പണി. കണ്ടവന്മാരോട് ചുറ്റാൻ പോയിട്ട് എൻ്റെ മുന്നിൽ വന്ന് എന്നോട് തറുതല പറയുന്നു. അലോഷി അവളുടെ പിടുത്തം ഒന്നുകൂടി മുറുക്കി. ദേ അച്ചച്ച, മര്യാദയ്ക്ക് സംസാരിക്കണം. ഉള്ള കള്ള് മുഴുവൻ വലിച്ചു കയറ്റിയിട്ട് വായി വരുന്നത് എന്നോട് വിളിച്ച് പറയല്ലേ. പറഞ്ഞേക്കാം. ആദ്യം അച്ചച്ചൻ എൻ്റെ കൈ വിട്, എനിക്ക് വേദനിക്കുന്നു, ഹിമ പറഞ്ഞു. ഓ, ഞാനൊന്ന് തൊട്ടപ്പോ നിനക്ക് പൊള്ളിയല്ലേ? നേരത്തെ അവൻ തൊട്ടപ്പോ നീ ഒന്നും മിണ്ടാതെ നിന്നു കൊടുത്തല്ലോ. അപ്പൊ ഈ ഉശിരൊന്നും കാണാത്തതെന്താ? ഓ, അത് എഡ്ഡി, ഇത് അലോഷി. അപ്പോ അതിന്റെ വ്യത്യാസം കാണുമല്ലോ. ഓ, ഞാനത് ഓർത്തില്ല, സോറി. പിന്നെ എന്തിനാടി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? അവനോടൊപ്പം തന്നെ പോകായിരുന്നില്ലേ? എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്? അലോഷി ചോദിച്ചു. പോയാ മതിയായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ അങ്ങനെ തന്നെ തോന്നുന്നത്. പിന്നെ നിങ്ങളുടെ മിന്നും കഴുത്തിലിട്ടോണ്ട് എങ്ങനാന്ന് വെച്ചാ. ഹിമയും വാശിക്ക് വിട്ടില്ല. അപ്പൊ പൊന്നുമോൾക്ക് എൻ്റെ മിന്നാണ് പ്രശ്നം. അതിന് പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കാം. അലോഷി അവളുടെ കഴുത്തിലെ മിന്നിൽ പിടിമുറുക്കി. ഹിമ അതൊട്ടും പ്രതീക്ഷിച്ചതല്ല. അച്ചച്ച വേണ്ട, പ്ലീസ് വേണ്ട അച്ചച്ച, വിട്ടേക്ക്, ഒന്ന് വിട്. അത് പൊട്ടിക്കല്ലേ, പ്ലീസ് വിട്. ആവുന്നതും പറഞ്ഞെങ്കിലും അലോഷി വിടുന്ന മട്ടില്ല. വേറെ നിവർത്തിയില്ലാതെ സർവശക്തിയും എടുത്ത് ഹിമ അലോഷിയെ ആഞ്ഞു തള്ളി. അലോഷി തെറിച്ച് നിലത്തേക്ക് അടിച്ചു വീണു. ഹിമ തന്റെ കഴുത്തിൽ കൈവച്ചു. അപ്പോഴാണ് തന്റെ മിന്ന് അവൻ പൊട്ടിച്ചെടുത്തു എന്നവൾ അറിഞ്ഞത്. അലോഷി തന്റെ വലത്തെ കൈയിലേക്ക് നോക്കി. ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിലും പെട്ടെന്ന് അത് മറച്ചുവെച്ച് അവൻ ഹിമയെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. ഇനി നീ പൊക്കോ, നിനക്ക് തോന്നിയതുപോലെ പൊക്കോ. അലോഷിക്ക് ഇനി ഇങ്ങനെ ഒരുത്തിയെ വേണ്ട, അലോഷി പറഞ്ഞു. ഹിമയുടെ കണ്ണുകൾ അവൾ അറിയാതെ നിറഞ്ഞൊഴുക്കി. അവൾ ഭിത്തിയിലൂടെ ഊർന്നിറങ്ങി മുട്ടിൽ മുഖം പൊഴുത്തി കരയാൻ തുടങ്ങി. ആദ്യം അങ്ങനൊക്കെ പറഞ്ഞെങ്കിലും കയ്യിലെ മിന്ന് കണ്ടപ്പോൾ അലോഷിയുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടായിരുന്നു. ഒരു വാശി കയറി പിടിച്ചതാണ്. പൊട്ടിക്കണമെന്ന് കരുതിയതുമല്ല. അവൾ പിടിച്ചു തള്ളിയപ്പോൾ അതങ്ങനെ പറ്റിപ്പോയതാണ്. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ അമർത്തി തുടച്ച് കയ്യിലെ മിന്ന് പോക്കറ്റിലേക്കിട്ടു. അവൻ പുറത്തേക്കിറങ്ങി. സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ തന്നെ കണ്ടു താഴെ പകപ്പോടെ നിൽക്കുന്ന അന്നമ്മയെയും ലിൻഡയെയും. എന്നതാ ഉണ്ടായേ? കുഞ്ഞെന്തിയേ? അന്നമ്മ ചോദിച്ചു. ഓ, ഒരു കുഞ്ഞ്. ഞാൻ ആരെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഉണ്ട്. ചെന്ന് കുറച്ചുകൂടി പുന്നാരിക്ക്. പുന്നാരിച്ച് കൊണ്ടു നടന്നിട്ട് എനിക്ക് കിട്ടാനുള്ളത് കിട്ടി. വിഷമിക്കണ്ട, അടുത്തത് അമ്മച്ചിയുടെ ഊഴമാണ്. അമ്മച്ചിക്കുള്ളതും അവള് തരും, നോക്കിയിരുന്നോ. അത്രയും പറഞ്ഞ് അവൻ കാറും എടുത്ത് പുറത്തേക്ക് പോയി.